വെൽക്കം ടു Candela ഫിസിക്സ് അക്കാഡമി. വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് KTET കാറ്റഗറി 2 ഓൺലൈൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തിട്ടുള്ള ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്ന എൻവയോൺമെന്റൽ സ്റ്റഡീസിലെ ഒരു പോർഷനാണ് എയർ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. 500 റുപ്പീസിന് ജോയിൻ ചെയ്തവർക്ക് 500 റുപ്പീസിന്റെ റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം, മീൻസ് അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കുള്ള നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് 10,000 ആണ്. ക്വസ്റ്റ്യൻസ് നോക്കാം. എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട്, എയർ എന്ന് പറയുന്ന ടേമുമായി ബന്ധപ്പെട്ട് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ മണ്ണ് മലിനീകരണം, സോയിൽ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന 4 ടൈപ്പ് പൊല്യൂഷൻസ് ആണ് വരുന്നത്. KTET കാറ്റഗറി 2 സിലബസിൽ അത് പറയണത് എയർ പൊല്യൂഷൻ എന്നുള്ളത് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. 2017 ഡിസംബറിലെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പരിഹാര മാർഗങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് 4 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. മാലിന്യങ്ങൾ വേർതിരിച്ച് ശുദ്ധീകരിക്കുക, വീടുകളിൽ ഡിറ്റർജൻസിന്റെ ഉപയോഗം കുറയ്ക്കുക, ക്ലോറിനേഷൻ പ്രക്രിയ ആൻഡ് സ്രോതസ്സുകൾക്ക് അടുത്തു നിന്നും വ്യവസായശാലകൾ മാറ്റി സ്ഥാപിക്കുക എന്നുള്ളതാണ് 4 ഓപ്ഷൻസ്, 4 പോയിന്റ്. എന്നിട്ട് അതിന്റെ ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് മണ്ണ് മലിനീകരണമാണ് ഓപ്ഷൻ ബി വായു മലിനീകരണം, ഓപ്ഷൻ സി ശബ്ദ മലിനീകരണം, ഓപ്ഷൻ ഡി ജല മലിനീകരണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് തന്നെയാണ് ജലമലിനീകരണം തന്നെയാണ് ആൻസർ. അപ്പൊ ഈ എയർ എന്ന് പറയുന്ന പോർഷനുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നല്ല. ഇത് നമ്മളായി കണ്ടെത്തിയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻ പേപ്പറല്ല, ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പലർക്കും പല ആൾക്കാരും പറയുന്നത് കേട്ടു, ഇതൊരു അഡ്വർടൈസ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള ചാനലൊന്നല്ല കേട്ടോ. നമ്മളൊരിക്കലും ഒരു അഡ്വർടൈസ്മെന്റ് വേണ്ടിയിട്ട് ചെയ്യുന്നതുമല്ല. നിങ്ങൾക്കറിയാം, നമ്മളൊരു എത്ര വീഡിയോ 1006 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് പോലും വളരെ കുറച്ച് വീഡിയോസിന് മാത്രമാണ് 100-ൽ കൂടുതൽ വ്യൂവേഴ്സിന് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളതൊരു അഡ്വർടൈസ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വ്യൂവർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് കൂടാൻ വേണ്ടിയിട്ടോ ഒന്നല്ല നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആർക്കെങ്കിലും അതുകൊണ്ട് ഉപകാരം ആവുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരമാവട്ടെ. അതിനേക്കുള്ള ഉപരി എൻ്റെ ഒരു പാഷൻ തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. അതിന്റെ പേരിലാണ് നമ്മളിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? കാരണം നമ്മളെക്കാളും മോശം വീഡിയോ ചെയ്യുന്നവർക്ക് പോലും ആയിരക്കണക്കിന് വ്യൂസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് വ്യൂവർഷിപ്പ് ഒന്നും ഒരു വിഷയമുള്ള കേസല്ല, സബ്സ്ക്രൈബർ കൗണ്ടും ഒരു വിഷയമുള്ള ഒരു കാര്യമല്ല. നമ്മൾ ചെയ്യുന്നു, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്കറിയാവുന്ന രീതിയിൽ, നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മളത് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു അറ്റംപ്റ്റ് ആണ്, ഇതൊരു അറ്റംപ്റ്റ്. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ചാനൽ എന്നൊന്നും നമുക്കൊരിക്കലും പറയാനും പറ്റില്ല, പറയൂല. പക്ഷെ ഭാവിയിൽ നമ്മൾ അങ്ങനെ തീരുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഒന്ന് പോകാം. ഡാഷ് റെഫേഴ്സ് ടു ദ റിലീസ് ഓഫ് പൊല്യൂട്ടന്റ് ഇൻ ടു ദ എയർ ദാറ്റ് ആർ detrimental to human health and plants as a whole. അതായത് ചില രാസവസ്തുക്കൾ അല്ലെങ്കിൽ മനുഷ്യനോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള മറ്റു ജീവജാലങ്ങൾക്കോ സസ്യജാലങ്ങൾക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ അല്ലെങ്കിൽ അവയുടെ വളർച്ചയെയോ അല്ലെങ്കിൽ അവരുടെ സാധാരണ ജീവിതത്തെയോ ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളെയും, അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഘടകങ്ങളെയും ജനറലായി പറയുന്ന പേര് എന്താണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഡാഷ് റെഫേഴ്സ് ടു ദി റിലീസ് ഓഫ് പൊല്യൂട്ടന്റ് എന്ന് പറയുന്നതാണ് എന്ത്, നമുക്ക് താല്പര്യമില്ലാത്ത ഘടകങ്ങൾ എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വായു മുഖാന്തിരമോ ഭക്ഷണം മുഖാന്തിരമോ ജലം മുഖാന്തിരമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി മുഖാന്തിരം നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് അസുഖങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ അതിന് കാരണക്കാരാകുന്ന വായുവിലൂടെ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങളെയെല്ലാം ജനറൽ ആയിട്ട് പറയുന്ന പേര് എന്താണ്, അതാണ് ഇത് ചോദിച്ചേക്കുന്നത്. ഇത് വളരെ നമുക്കിതൊരു എയർ പൊല്യൂഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നിസ്സാര കാര്യമായിട്ട് ഞാൻ ഒരിക്കലും കാണരുത്. കാരണം ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ടീച്ചർക്ക് ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചൈനീസിന്റെ ഒരു കളിപ്പാട്ടം കളിക്കാനായിട്ട് കൊടുത്തു. അപ്പൊ ആ വീടിനടുത്ത് തന്നെ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ കുട്ടി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളിപ്പാട്ടം അബദ്ധവശാൽ ആ തീയിലേക്ക് ഇടുകയും ആ കളിപ്പാട്ടം കത്തുന്നത് നോക്കി നിൽക്കുകയാണ് ചെയ്തത്. പക്ഷെ ആ കളിപ്പാട്ടത്തിൽ ലെഡിന്റെ കണ്ടന്റ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പൊ ആ ഒരു എയർ ഈ കുട്ടി ശ്വസിക്കുവാനായിട്ട് ഇടവരികയും അതിന്റെ ഫലമായി ശരീരത്തിലേക്ക് ലെഡിന്റെ അളവ് ക്രമാതീതമായി കൂടുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട്
കുട്ടിയുടെ ശരീരത്തിൽ ഇങ്ങനെ വ്രണങ്ങൾ ഉണ്ടാവുക മാത്രമല്ല അത് ശരീരം മൊത്തം വ്രണങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് ഉണങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരിക, ഡ്രസ്സ് പോലും ആ കുട്ടിക്ക് ധരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ ലഡിന്റെ ആ ഒരു സംഭവം ശ്വസിക്കാൻ ഇടയായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന കുട്ടിയാണ്. അപ്പൊ 17 വയസ്സായി അവന്. പക്ഷെ അവനിപ്പോ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലാണ്. അതായത് ക്ലാസ്സിൽ പോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യം. അപ്പൊ അത്രയും ഭീകരമാണ് ഈ എയർ പൊല്യൂഷൻ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് തൽക്കാലം ഇപ്പൊ എയർ പൊല്യൂഷനെ പറ്റി പഠിക്കാനേ പറ്റുള്ളൂ. അത് ഒഴിവാക്കാനൊന്നും നമ്മളെ കൊണ്ട് തൽക്കാലം അതിനുള്ള കഴിവില്ല. ഓക്കെ, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അടുത്തത് നോക്കുക, ഈ എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ് EPA എന്ന് പറയുന്നത്. അപ്പൊ EPA എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്ലീൻ എൻവയോൺമെന്റൽ ആക്ട് ഓതറൈസസ് ബൈ ഡാഷ് കൺട്രി. ദ ക്ലീൻ എൻവയോൺമെന്റൽ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട്. ആ നിയമം ഉണ്ടാക്കിയ രാജ്യത്തിന്റെ പേരാണ് ചോദിക്കുന്നത്. 3 നോക്കുക, സ്മോഗ് ഈസ് ഡ്യൂ ടു. സ്മോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ആസ്മ ഈസ് ഡ്യൂ ടു. ആസ്മ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, AQI സ്റ്റാൻഡ്സ് ഫോർ. എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടൈമാണ് AQI. അപ്പൊ AQIയുടെ ഫുൾ ഫോം ആണ് ചോദിക്കുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് വാസ് പാസ്ഡ് ഇൻ എയർ. അതായത് എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രിവെൻഷൻ എന്ന് പറയുകയാണെങ്കിൽ തടയുകയും കൺട്രോൾ എന്ന് പറയുകയാണെങ്കിൽ നിയന്ത്രിക്കുകയും. അപ്പൊ എയർ പൊല്യൂഷൻ തടയുവാനും നിയന്ത്രിക്കുവാനുമായിട്ടുള്ള നിയമം കൊണ്ടുവന്ന അല്ലെങ്കിൽ നിയമം പാസ്സായ വർഷം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ, NAQS സ്റ്റാൻഡ്സ് ഫോർ. അപ്പൊ NAQS എന്താ നമ്മളത് പറയാം? 9 CPCB സ്റ്റാൻഡ്സ് ഫോർ. CPCB എന്താണെന്ന് പറയാം. 10 എയർ പൊല്യൂഷൻ ഒക്കേഴ്സ് വെൻ ഹാർംഫുൾ ഓർ എക്സസീവ് ക്വാണ്ടിറ്റീസ് ഓഫ് സബ്സ്റ്റൻസസ് ഇൻക്ലൂഡിംഗ് ദ ഗ്യാസസ്. അപ്പൊ എയർ പൊല്യൂഷൻ ഉണ്ടാകാനും കാരണക്കാരായിട്ടുള്ള പ്രധാനപ്പെട്ട 1, 2, 3, 4, 5, 6, 7 ആൾക്കാരുടെ പേര്, 7 ഗ്യാസ് കണ്ടന്റുകളുടെ പേര് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഗ്രീൻ ഹൗസ് ഇഫക്ട് ഈസ് ഡ്യൂ ടു. ഗ്രീൻ ഹൗസ് ഹരിത ഗൃഹ പ്രഭാവം അതുണ്ടാകാനായിട്ടുള്ള കാരണം എന്താണ്? 12 ഗ്രീൻ ഹൗസ് ഇഫക്ട് ഈസ് ഡ്യൂ ടു ഡാഷ് ഗ്യാസ്. ഗ്രീൻ ഹൗസ് ഇഫക്ട് ഉണ്ടാകാൻ കാരണക്കാരനായ ഗ്യാസിന്റെ പേര്. ഇവിടെ ഏത് പൊല്യൂഷൻ മൂലമാണ് ഗ്രീൻ ഹൗസ് ഇഫക്ട് ഉണ്ടാവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, ഡാഷ് ഗ്യാസ് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദ ലീഡിംഗ് പൊല്യൂട്ടന്റ്. അതായത് എയർ പൊല്യൂഷൻ ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും വലിയ കാരണക്കാരനായിട്ടുള്ള ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 14 CO2 കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. 15 ഓക്സിഡേഷൻ ഓഫ് SO2 സൾഫർ ഡൈ ഓക്സൈഡ് യൂഷ്വലി ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഉൾപ്രേരകം എന്ന് പറയും. such as NO2 forms H2SO4 and thus cause dash. ഈ സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത്? ഇൻ ദ പ്രസൻസ് ഓഫ് NO2 നൈട്രജൻ ഓക്സൈഡുമായിട്ട് കൂടി ചേർന്ന്, സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡും കൂടി ചേർന്ന് H2SO4 ഫോം ചെയ്യാണ്. H2SO4 എന്ന് പറയുകയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ആണ്. ആൻഡ് ദസ് കോസസ് ഡാഷ്, അത് എന്തിന് കാരണമാകുന്നു എന്നാണ് ചോദിക്കുന്നത്. താജ്മഹലിന്റെ നിറം മങ്ങാനുള്ള കാരണം ഓർക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡൽഹിയില് അരവിന്ദ് കെജ്രിവാള് 1 Day 1 എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുണ്ടായിരുന്നു ട്രാഫിക്കില്. പിന്നെ അത് മാത്രമല്ല 2ൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെയാണ് ഈ ഭാരത് സ്റ്റേജ് 4 എന്ന് പറയുന്ന വെഹിക്കിൾസിന്റെ എയർ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ടുള്ള പുതിയൊരു നിയമമാണ് ഭാരത് സ്റ്റേജ് 4. 2020 ശേഷം അത് നിലവിൽ വരുമെന്നാണ് പറയുന്നത്. അപ്പൊ ഭാരത് 4 സ്റ്റേജും ഓർത്തിരിക്കുക. 16 ഡാഷ് ഇസ് ആൻ എക്സ്ട്രീംലി എഫിഷ്യന്റ് ഗ്രീൻ ഹൗസ് ഗ്യാസ് വിച്ച് കോൺട്രിബ്യൂട്ട്സ് ടു എൻഹാൻസ്ഡ് ഗ്ലോബൽ വാർമിംഗ്. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരനായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് നമുക്കറിയാം. അത് കൂടാതെ തന്നെ അതിന്റെ വേറൊരു രൂപം കൂടിയും അതിന് കാരണക്കാരനാകുന്നുണ്ട്. ചതുപ്പ് ഗ്യാസോ അങ്ങനെ എന്തൊക്കെയാണെന്നാണ് അതിന് വേറൊരു പേര്. അപ്പൊ അത് ഏതാണെന്നാണ് ചോദ്യം. 17 ഡാഷ് ഇസ് ഹാർംഫുൾ ടു ഓസോൺ ലെയർ. ഓസോൺ ലെയറിന് ഹാർംഫുൾ ആകുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്യാഷ്യസ് കോമ്പണന്റിന്റെ പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മളെല്ലാവരുടെയും വീട്ടിലുണ്ട്. നമ്മളെല്ലാവരും അതിന് ഒരു പരിധി വരെ, ഒരു പരിധിയല്ല, നമ്മളും അതിന്റെ എന്താ പറയുക ഗ്രീൻ ഹൗസ് ഓസോൺ ലെയർ നോട്ട് ഉണ്ടാകാനായിട്ട് നമ്മളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത നോക്കാം 18 POP സ്റ്റാൻഡ്സ് ഫോർ. POP എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. മൊത്തം 18 ക്വസ്റ്റ്യൻസ് ആണ് 500 രൂപയുടെ ക്രാഷ് കോഴ്സിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ ആരെങ്കിലും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ 79 94 97 14 19. ഫീസ് എന്ന് പറയുന്നത് 500 rupees ആണ്.
വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു അറ്റംപ്റ്റ് ആണ്, ഒരു ശ്രമമാണ്. ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.